IPLിൽ രാജസ്ഥാൻ റോയൽസിന്റെ മേൽവിലാസമായിരുന്ന സഞ്ജു സാംസൺ ടീം വിടുമെന്ന സൂചനകൾ യാഥാർത്ഥ്യത്തിലേക്ക്. കുറച്ച് ദിവസങ്ങളായി പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് സഞ്ജു രാജസ്ഥാൻ കൂട്ടുകെട്ട് ഇനി IPLിൽ കാണാൻ സാധിക്കില്ല. ടീം വിടാൻ താല്പര്യമറിയിച്ച സഞ്ജുവും പകരക്കാരനെ അന്വേഷിച്ച് രാജസ്ഥാനും രംഗത്തെത്തിയതോടെ ചിത്രം വ്യക്തം. 48 മണിക്കൂറിനുള്ളിൽ രവീന്ദ്ര ജഡേജ, സാം കറൻ, സഞ്ജു സാംസൺ ട്രേഡ് പൂർത്തിയാകുമെന്നായിരുന്നു ഞായറാഴ്ച രാത്രിയിലെ റിപ്പോർട്ട്. സഞ്ജുവിന് ജന്മദിനാശംസ അറിയിച്ച് ചെന്നൈ സൂപ്പർ കിങ്സ് കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. രാജസ്ഥാൻ റോയൽസും ആശംസ റീൽ പങ്കുവച്ചു. എന്നാൽ സാങ്കേതിക നടപടികൾ നീണ്ടാൽ പ്രഖ്യാപനവും വൈകിയേക്കാം. കൈമാറ്റത്തിൽ ഉൾപ്പെട്ട 3 താരങ്ങളുടെയും സമ്മതപത്രം ലഭിച്ചതായാണ് വിവരം. ഇക്കാര്യം BCCIയെയും IPL ഗവേണിംഗ് കൗൺസിലിനെയും അറിയിക്കണം. വിദേശ താരം കൂടി ഉൾപ്പെട്ട കൈമാറ്റമാണെങ്കിൽ ആ രാജ്യത്തെ ക്രിക്കറ്റ് ബോർഡും പ്രക്രിയയുടെ ഭാഗമാകേണ്ടി വരും. സാം കറന്റെ കാര്യത്തിൽ ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസ് ക്രിക്കറ്റ് ബോർഡിന്റെ ഇടപെടൽ ആവശ്യമാണ്. ഈ നടപടികൾക്കുള്ള കാലതാമസമാണ് ഔദ്യോഗിക പ്രഖ്യാപനം വൈകാൻ കാരണം. സഞ്ജുവിനായി ആദ്യം താല്പര്യമറിയിച്ച് രംഗത്തെത്തിയത് ഡൽഹി ക്യാപിറ്റൽസ് ആണ്. സഞ്ജുവിന് പകരം ദക്ഷിണാഫ്രിക്കൻ താരം ട്രിസ്റ്റൻ സ്റ്റബ്സ്, ആഭ്യന്തര താരം സമീർ റിസ്വി എന്നിവരെ വിട്ടുതരണമെന്ന് ഡൽഹി ക്യാപിറ്റൽസിനോട് രാജസ്ഥാൻ ആവശ്യപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ഒരാളെ മാത്രമേ വിട്ടുതരൂ എന്ന് ഡൽഹി നിലപാടെടുത്തോടെ രാജസ്ഥാൻ പിൻവാങ്ങി. ക്യാപ്റ്റൻസി ഉൾപ്പെടെ വാഗ്ദാനം ചെയ്താണ് സഞ്ജുവിനെ കൊൽക്കത്ത സമീപിച്ചത്. എന്നാൽ സഞ്ജുവിന് പകരം സ്പിന്നർമാരായ സുനിൽ നരൈൻ, വരുൺ ചക്രവർത്തി എന്നിവരെ വേണമെന്ന് രാജസ്ഥാൻ ആവശ്യപ്പെട്ടു. ഇത് സാധ്യമല്ലെന്നും യുവതാരങ്ങളായ രഘുവംശി, രമൺദീപ് സിംഗ് എന്നിവരെ തരാമെന്നും കൊൽക്കത്ത നിലപാടെടുത്തു. രാജസ്ഥാൻ ഇത് അംഗീകരിച്ചില്ല. സഞ്ജുവിനെ ടീമിലെത്തിക്കാൻ അണിയറയിൽ നിശബ്ദമായി ചരടുവലി നടത്തിയ ടീമാണ് പഞ്ചാബ് കിങ്സ്. ഓസ്ട്രേലിയൻ ഓൾറൗണ്ടർ മാർക്കസ് സ്റ്റോയിൻസിനെയാണ് സഞ്ജുവിന് പകരം പഞ്ചാബ് ഓഫർ ചെയ്തത്. എന്നാൽ 11 കോടി രൂപ വേതനം പറ്റുന്ന സ്റ്റോയിൻസിന് പകരം 18 കോടി വേതനമുള്ള സഞ്ജുവിനെ നൽകുന്നത് നഷ്ടമാണെന്ന് ചൂണ്ടിക്കാട്ടി രാജസ്ഥാൻ ഈ ഡീൽ തള്ളി. സഞ്ജുവിനായി ഏറ്റവും അവസാന രംഗത്തെത്തിയ ടീമാണ് ചെന്നൈ സൂപ്പർ കിങ്സ്. രവീന്ദ്ര ജഡേജ, ബ്രെവിസ് എന്നിവരെയാണ് സഞ്ജുവിന് പകരം രാജസ്ഥാൻ ആവശ്യപ്പെട്ടത്. എന്നാൽ ജഡേജയെ തരാമെന്നും ബ്രെവിസിന് പകരം സാം കറനെ നൽകാമെന്നുമാണ് ചെന്നൈയുടെ നിലപാട്. കറനെ വേണ്ടെന്നും ശിവൻ ദുബെ, മതീഷ് പതിരാന എന്നിവരിൽ ഒരാളെ പകരം നൽകണമെന്നും രാജസ്ഥാൻ ആവശ്യപ്പെട്ടതായാണ് ഒടുവിലത്തെ റിപ്പോർട്ടുകൾ. സഞ്ജുവിന്റെ IPL 2012 18ാം വയസ്സിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിലൂടെയാണ് സഞ്ജു ആരംഭിച്ചത്. ആ സീസണിൽ ഒരു മത്സരം പോലും കളിക്കാൻ അവസരം ലഭിച്ചില്ല. അടുത്ത വർഷം രാജസ്ഥാൻ റോയൽസിലേക്ക്. 3 സീസണുകൾ രാജസ്ഥാനിൽ തുടർന്ന സഞ്ജു 2016 ഡൽഹി ഡെയർ ഡെവിൾസിലേക്ക് നീങ്ങി. 2016-17 സീസണുകളിൽ ഡൽഹിയിൽ തുടർന്ന സഞ്ജു 2018 രാജസ്ഥാനിലേക്ക് തന്നെ തിരിച്ചു വന്നു. പിന്നാലെ ടീമിലെ സ്ഥിരാംഗമായി. 2021 ക്യാപ്റ്റനുമായി. കഴിഞ്ഞ സീസണിൽ 18 കോടി രൂപക്കാണ് സഞ്ജുവിനെ രാജസ്ഥാൻ നിലനിർത്തിയത്.